യമനിൽ തടവിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ അടുത്ത 2 ദിവസത്തിനകം നടപ്പിലാകുമെന്ന റിപ്പോർട്ടുകൾ. ഓഗസ്റ്റ് 24 അല്ലെങ്കിൽ 25 ശിക്ഷ നടപ്പിലാകുമെന്ന് ഗ്ലോബൽ പീസ് ഇനിഷ്യേറ്റീവ് സ്ഥാപകൻ KA പോൾ സുപ്രീം കോടതിയിൽ അറിയിച്ചു. മാധ്യമങ്ങൾ 3 ദിവസത്തേക്ക് വിഷയത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത് വിലക്കണമെന്ന ആവശ്യവുമായി കോടതിയെ സമീപിച്ചപ്പോഴാണ് അദ്ദേഹം ഈ വിവരം കോടതിയെ അറിയിച്ചത്. നിമിഷപ്രിയയുടെ മോചന ശ്രമങ്ങളിൽ നിന്നും കാന്തപുരത്തെയും അഭിഭാഷകൻ സുഭാഷ് ചന്ദ്രനെയും വിലക്കണമെന്നും അത് നിമിഷപ്രിയയുടെ ആവശ്യമാണെന്നും പോൾ ഹർജിയിൽ വ്യക്തമാക്കി. പോളിന്റെ ഹർജിയിൽ അറ്റോർണി ജനറലിന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഹർജി തിങ്കളാഴ്ച പരിഗണിക്കുമെന്നും അന്ന് തന്നെ ഉത്തരവ് പുറപ്പെടുവിക്കാമെന്നും കോടതി അറിയിച്ചു. അതേസമയം നിമിഷപ്രിയയുടെ മോചനത്തിനെന്ന പേരിൽ വ്യാജ പണപ്പിരിവ് നടക്കുന്നുവെന്നാരോപിച്ച് KA പോളിനെതിരെ നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനിയായ നിമിഷപ്രിയ 2012 ഭർത്താവ് ടോമിക്കും കുഞ്ഞിനുമൊപ്പമാണ് യമനിലേക്ക് പോയത്. ഈ കാലയളവിലാണ് തലാൽ അബ്ദുൾ മഹ്ദി എന്ന യമൻ പൗരനെ പരിചയപ്പെടുന്നത്. തുടർന്ന് തലാലിന്റെ പങ്കാളിത്തത്തിൽ ഒരു ക്ലിനിക്ക് തുടങ്ങുകയും ചെയ്തു. പിന്നീട് തലാൽ വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഭീഷണിപ്പെടുത്തുകയും ക്ലിനിക്കിന്റെ മുഴുവൻ വരുമാനം സ്വന്തമാക്കുകയും കൈവശപ്പെടുത്തുകയും ചെയ്തു. സ്വന്തം ജീവനും മാനവും അപകടത്തിലാകുമെന്ന സാഹചര്യത്തിൽ തലാലിനെ പ്രതിരോധിക്കാൻ മാത്രമാണ് താൻ ശ്രമിച്ചതെന്നാണ് നിമിഷപ്രിയയുടെ വാദം. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.